ഓരോ വർഷവും 450ഓളം വിമാനങ്ങളാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. എന്നാൽ അവ ചെന്നെത്തുന്നത് കേവലം ഒരു സ്ക്രാച്ച് യാർഡിലേക്കല്ല, മറിച്ച് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഒരു വലിയ പുനരുപയോഗ പ്രക്രിയയിലേക്കാണ്. ഉപയോഗശൂന്യമായ ഒരു വിമാനവും വെറുതെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. പകരം വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യാവസായിക പ്രക്രിയയിലൂടെ അവയിലെ ഓരോ ഭാഗവും വേർതിരിച്ചെടുക്കുകയും പുതിയ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഒരു വിമാനം എന്നത് ദശലക്ഷക്കണക്കിന് ചെറു കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കിയ അതിസങ്കീർണമായ ഒരു യന്ത്രമാണ്. അത് വെറുമൊരു ലോഹക്കൂടാരമല്ല, മറിച്ച് എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളുടെ ഒരു സമാഹാരമാണ്. ഒരുപക്ഷെ നിർമ്മാണത്തേക്കാൾ സങ്കീർണമാണ് ഇവയുടെ വിഘടനം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മനുഷ്യരും ഭീമൻ യന്ത്രങ്ങളും ചേർന്ന് നടത്തുന്ന, പൊതുജനങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഇൻഡസ്ട്രിയൽ അത്ഭുതമാണ്. ഞങ്ങളുടെ ഈ ശ്രമത്തിന് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നേക്കുക. ഘട്ടം 1. അവസാനത്തെ വിശ്രമ കേന്ദ്രം. ഉപയോഗം കഴിഞ്ഞ വിമാനങ്ങളെ തുരുമ്പെടുക്കാതിരിക്കാൻ ആദ്യം വരണ്ട പ്രദേശങ്ങളിലാണ് സൂക്ഷിക്കുന്നത്. വടക്കേ അമേരിക്കയിലെ വിശാലമായ മരുഭൂമികളിലെ ഡ്രൈ എയർ പാർക്കിംഗ് യാർഡുകൾ ഇതിന് ഉദാഹരണമാണ്. ഇവിടുത്തെ ഈർപ്പമില്ലാത്ത അന്തരീക്ഷം ലോഹങ്ങളെ ദ്രവിക്കുന്നതിൽ നിന്ന് തടയുന്നു. മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന കാത്തിരിപ്പിനൊടുവിൽ അവയുടെ സമയമാകുമ്പോൾ അതിശക്തമായ ടോവിംഗ് വാഹനങ്ങൾ ഇവയെ റീസൈക്ലിംഗ് പ്ലാന്റുകളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു. പ്ലാന്റിലെത്തിയാൽ ആദ്യപടി സമഗ്രമായ ഒരു പരിശോധനയാണ്. വിദഗ്ധരായ എഞ്ചിനീയർമാർ വിമാനത്തിന്റെ ഘടന മുഴുവനായും സ്കാൻ ചെയ്യുന്നു. ഏതെല്ലാം ഭാഗങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നുണ്ടെന്നും ഏതെല്ലാം വീണ്ടും ഉപയോഗിക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഒരു സർജറിക്ക് മുൻപ് ഡോക്ടർമാർ രോഗിയെ പരിശോധിക്കുന്നത് പോലെയുള്ള അതീവ ശ്രദ്ധയോടെയാണ് ഈ ഘട്ടം പൂർത്തിയാക്കുന്നത്. ഇനി സുരക്ഷാ നടപടികളാണ്. വിമാനത്തിന്റെ പ്രധാന പവർ സപ്ലൈകളും ബാക്കപ്പ് ബാറ്ററികളും പൂർണ്ണമായും വിച്ഛേദിക്കുന്നു. കപ്പാസിറ്ററുകളിൽ ബാക്കിയുള്ള ചെറിയ വൈദ്യുത ചാർജുകൾ പോലും ഡിസ്ചാർജ് ചെയ്ത് കളയുന്നു. ജീവനക്കാർക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ ഈ നടപടി അത്യന്താപേക്ഷിതമാണ്. ഘട്ടം 2. ജീവജലം വറ്റിക്കൽ. ഒരു വിമാനത്തെ നിർജീവമാക്കുന്നതിൻ്റെ യഥാർത്ഥ തുടക്കം അതിലെ ദ്രാവകങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെയാണ്. ഇത് വളരെ അപകടകരവും ശ്രമകരവുമായ ഒരു ജോലിയാണ്. ചിറകുകളിലും വിമാനത്തിന്റെ അടിഭാഗത്തുമുള്ള കൂറ്റൻ ടാങ്കുകളിൽ നിന്ന് വലിയ ഇൻഡസ്ട്രിയൽ പമ്പുകൾ ഉപയോഗിച്ച് ജെറ്റ് ഫ്യൂവൽ വലിച്ചെടുക്കുന്നു. ഇവ പ്രത്യേക ടാങ്കറുകളിലേക്ക് മാറ്റി ശുദ്ധീകരിച്ച് മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇന്ധനം മാത്രമല്ല, വിമാനത്തിന്റെ ഞരമ്പുകളിലൂടെ ഓടുന്ന ഹൈഡ്രോളിക് ദ്രാവകങ്ങളും പുറത്തെടുക്കേണ്ടതുണ്ട്. ലാൻഡിംഗ് ഗിയറുകളും ചിറകിലെ ഫ്ലാപ്പുകളും ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഈ ദ്രാവകം ഉയർന്ന മർദ്ദത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേക വാൽവുകൾ തുറന്ന് വളരെ പതുക്കെ ഈ മർദ്ദം കുറച്ചുകൊണ്ടുവരുന്നു. ശേഷം എഞ്ചിൻ ഓയിലുകൾ, ലൂബ്രിക്കന്റുകൾ, അവശേഷിക്കുന്ന വെള്ളം എന്നിവയും നീക്കം ചെയ്യുന്നു. ഒരു ചെറിയ തീപ്പൊരി പോലും വലിയൊരു സ്ഫോടനത്തിന് കാരണമായേക്കാം എന്നതിനാൽ വിമാനം പൂർണ്ണമായും വറ്റി വരണ്ടു എന്ന് ഉറപ്പാക്കുന്നതുവരെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കില്ല. ഘട്ടം 3. ഹൃദയവും തലച്ചോറും വേർപെടുത്തുന്നു. വിമാനം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഏറ്റവും വിലപിടിപ്പുള്ള ഭാഗങ്ങൾ അഴിച്ചുമാറ്റാൻ തുടങ്ങുന്നു. വിമാനത്തിന്റെ ഹൃദയം എന്ന് വിളിക്കാവുന്ന എഞ്ചിനുകളാണ് ആദ്യം വേർപെടുത്തുന്നത്. ഒരു വിമാനത്തിന്റെ ബാക്കി മൂല്യത്തിന്റെ 80% ഈ എഞ്ചിനുകൾക്കാണ്. കൂറ്റൻ ക്രെയിനുകളുടെ സഹായത്തോടെ ഓരോ എഞ്ചിന്റെയും ഭാരം താങ്ങി നിർത്തിയ ശേഷം ഘടിപ്പിച്ചിരിക്കുന്ന ബോൾട്ടുകൾ വിദഗ്ധമായി അഴിച്ചുമാറ്റുന്നു. താഴെ ഇറക്കുന്ന ഈ എഞ്ചിനുകൾ കമ്പനികൾ തന്നെ തിരികെ വാങ്ങി അറ്റകുറ്റപ്പണികൾ നടത്തി പുതിയ വിമാനങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ വ്യാവസായിക ജനറേറ്ററുകളായി മാറ്റുകയോ ചെയ്യുന്നു. അടുത്തത് വിമാനത്തിന്റെ തലച്ചോറാണ്. കോക്പിറ്റിലെ നാവിഗേഷൻ സിസ്റ്റങ്ങൾ, ഫ്ലൈറ്റ് കമ്പ്യൂട്ടറുകൾ, റഡാർ ഉപകരണങ്ങൾ, ബ്ലാക്ക് ബോക്സുകൾ എന്നിവ ഓരോന്നായി നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടൺ കണക്കിന് ഭാരം താങ്ങാൻ ശേഷിയുള്ള കരുത്തുറ്റ ടൈറ്റാനിയം ലാൻഡിംഗ് ഗിയറുകളും അഴിച്ചെടുക്കുന്നു. ഈ ഭാഗങ്ങളെല്ലാം വിശദമായ പരിശോധനകൾക്ക് ശേഷം പുതിയ ജീവിതം കണ്ടെത്താൻ തയ്യാറെടുക്കുകയാണ്. ഘട്ടം 4. ഉള്ളറകൾ ശൂന്യമാക്കുന്നു. ഇനി വിമാനത്തിന്റെ ഉൾഭാഗം ശൂന്യമാക്കുന്ന പ്രക്രിയയാണ്. നൂറുകണക്കിന് യാത്രക്കാർ ഇരുന്നിരുന്ന സീറ്റുകൾ, ലഗേജ് കമ്പാർട്ട്മെന്റുകൾ, കാർപ്പറ്റുകൾ, വിൻഡോ പാനലുകൾ എന്നിവ അതിവേഗം നീക്കം ചെയ്യപ്പെടുന്നു. വിമാനത്തിനുള്ളിലെ കിലോമീറ്ററുകൾ നീളമുള്ള ഇലക്ട്രിക് വയറുകളും ശ്രദ്ധയോടെ വലിച്ചെടുക്കുന്നു. ഇതിൽ നിന്ന് ടൺ കണക്കിന് ശുദ്ധമായ ചെമ്പ് ലഭിക്കും. പ്ലാസ്റ്റിക്കും തുണിത്തരങ്ങളും ലോഹങ്ങളുമായി കലരാതിരിക്കാൻ ഈ ഘട്ടത്തിൽ തന്നെ അവയെ തരംതിരിക്കുന്നുണ്ട്. ആഴ്ചകൾ നീളുന്ന ഈ പ്രക്രിയ കഴിയുമ്പോൾ ആഡംബരം നിറഞ്ഞ ഒരു യാത്രാ വിമാനം വെറുമൊരു അലുമിനിയം സിലിണ്ടർ മാത്രമായി ചുരുങ്ങുന്നു. ഘട്ടം 5. ഭീമൻ കത്രികകൾ. ശാന്തമായ അഴിച്ചുമാറ്റലുകളുടെ കാലം കഴിഞ്ഞു. ഇനി വിനാശത്തിന്റെ, എന്നാൽ പുതിയൊരു നിർമ്മാണത്തിന്റെ തുടക്കമാണ്.
വലിയ എക്സ്കവേറ്ററുകൾ വിമാനത്തിന് ചുറ്റും നിരക്കുന്നു. അവയുടെ കൈകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭീമൻ ഹൈഡ്രോളിക് ഷിയറുകൾ അഥവാ ഇരുമ്പ് കത്രികകൾ പ്രവർത്തനമാരംഭിക്കുന്നു. കടലാസ് മുറിക്കുന്ന ലാഘവത്തോടെ ഈ യന്ത്രങ്ങൾ വിമാനത്തിന്റെ പുറംഭാഗം കടിച്ചു കീറുന്നു. ലോഹങ്ങൾ വളയുകയും ഒടിയുകയും ചെയ്യുന്ന ശബ്ദം അവിടെയെങ്ങും പ്രതിധ്വനിക്കും. വിമാനത്തിന്റെ വാൽഭാഗം, വലിയ ചിറകുകൾ, ഫ്യൂസ്ലേജ് എന്നിവ വെവ്വേറെ ബ്ലോക്കുകളായി മുറിച്ചു മാറ്റപ്പെടുന്നു. വിമാനം എന്ന അതിന്റെ യഥാർത്ഥ രൂപം പൂർണ്ണമായും നഷ്ടപ്പെട്ട് അത് വെറും ലോഹ കഷ്ണങ്ങളായി മാറുന്നു. ഇവയെ വലിയ ട്രക്കുകളിൽ കയറ്റി ലോഹം ഉരുക്കുന്ന ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. ഘട്ടം 6. പൊടിയുന്ന ലോഹങ്ങൾ. റീസൈക്ലിംഗ് പ്ലാന്റിലെത്തിയാൽ ഈ വലിയ ലോഹഭാഗങ്ങളെ വീണ്ടും ചെറുതാക്കേണ്ടതുണ്ട്. ഇതിനായി വീടുകൾ പോലും വിഴുങ്ങാൻ ശേഷിയുള്ള ഭീമൻ ഇൻഡസ്ട്രിയൽ ഷെഡറുകളിലേക്ക് ഈ ഭാഗങ്ങൾ ഇട്ടുകൊടുക്കുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൂറ്റൻ സ്റ്റീൽ പല്ലുകൾ ലോഹത്തെ കടിച്ചുകീറി ചെറിയ കഷ്ണങ്ങളാക്കി തുപ്പുന്നു. ഒരു കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങുന്ന ഈ ലോഹ കഷ്ണങ്ങൾക്ക് മുകളിലായി അതിശക്തമായ കാന്തങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ ഇരുമ്പ് അംശമുള്ള ലോഹങ്ങളെ വലിച്ചെടുക്കുന്നു. ബാക്കി വരുന്നവ എഡ്ഡി കറന്റ് സെപ്പറേറ്റർ എന്ന സാങ്കേതിക വിദ്യയിലൂടെ കടന്നു പോകുമ്പോൾ അലുമിനിയം ഭാഗങ്ങൾ പ്രത്യേകം വേർതിരിക്കപ്പെടുന്നു. നൂതനമായ സെൻസറുകൾ ഉപയോഗിച്ച് ചെമ്പ്, ടൈറ്റാനിയം എന്നിവയും വളരെ കൃത്യമായി വേർതിരിച്ചെടുക്കുന്നു. ഘട്ടം 7. അഗ്നിയിലൂടെ പുനർജന്മം. വേർതിരിച്ചെടുത്ത ഇരുമ്പ് കഷണങ്ങൾ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇലക്ട്രിക് ആർക്ക് ഫർണസ് എന്ന ഭീമൻ ചൂളയിലേക്ക് നിക്ഷേപിക്കുന്നു. ടൺ കണക്കിന് ലോഹ കഷണങ്ങൾ വലിയ ശബ്ദത്തോടെ ചൂളയിലേക്ക് വീഴുന്നു. ചൂള അടച്ച ശേഷം മുകളിൽ നിന്ന് കൂറ്റൻ ഇലക്ട്രോഡുകൾ താഴേക്ക് ഇറങ്ങി വരുന്നു. ലക്ഷക്കണക്കിന് വോൾട്ട് വൈദ്യുതി ഇതിലൂടെ കടത്തിവിടുമ്പോൾ ഒരു കൃത്രിമ ഇടിമിന്നൽ ചൂളയ്ക്കുള്ളിൽ രൂപപ്പെടുന്നു. നിമിഷങ്ങൾക്കകം താപനില 3600 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ഉയരുന്നു. ഈ അത്യുഷ്ണത്തിൽ കരുത്തുറ്റ ഉരുക്ക് പോലും വെണ്ണ പോലെ ഉരുകി തുടങ്ങും. ഖരരൂപത്തിലായിരുന്ന ലോഹം പൂർണ്ണമായും തിളച്ചുമറിയുന്ന ദ്രാവകമായി മാറുന്നു. ഇതിലേക്ക് ചുണ്ണാമ്പ് കല്ല് പോലെയുള്ള വസ്തുക്കൾ ചേർത്ത് ലോഹത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. ഉരുകിയ ലോഹത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളെ എളുപ്പത്തിൽ നീക്കം ചെയ്യാം. ഇപ്പോൾ ഫർണസിൽ അവശേഷിക്കുന്നത് 100% ശുദ്ധമായ ഉരുകിയൊലിക്കുന്ന ഇരുമ്പാണ്. ഘട്ടം 8. പുതിയ രൂപത്തിലേക്ക്. ഉരുകിയ ഈ ലോഹത്തെ ഒട്ടും വൈകാതെ തന്നെ ഫർണസിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്നു. തിളങ്ങുന്ന ചുവന്ന ലാവ പോലെ ഒഴുകിയിറങ്ങുന്ന ലോഹത്തെ ജലം ഉപയോഗിച്ച് തണുപ്പിക്കുന്ന പ്രത്യേക അച്ചുകളിലേക്ക് പകരുന്നു. പുറംഭാഗം തണുത്തുറയുമെങ്കിലും ഉള്ളിൽ അപ്പോഴും ലോഹം ദ്രാവക രൂപത്തിലായിരിക്കും. റോളറുകൾക്കിടയിലൂടെ നിരന്തരം മുന്നോട്ട് നീങ്ങുന്ന ഈ ലോഹത്തെ പൂർണ്ണമായും തണുപ്പിച്ച് വലിയ ലോഹക്കട്ടകളാക്കി മാറ്റുന്നു. ഈ ലോഹക്കട്ടകൾ ചൂടോടെ തന്നെ ഹോട്ട് റോളിംഗ് മില്ലുകളിലേക്ക് അയക്കപ്പെടുന്നു. ഭീമൻ റോളറുകൾക്കിടയിലൂടെ ഞെരുങ്ങി കടന്നു പോകുമ്പോൾ ഇവയുടെ കനം കുറയുകയും നീളം കൂടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ പലതവണ ആവർത്തിക്കുന്നതോടെ നമ്മൾ കാണുന്ന നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള കമ്പികളോ ഫ്ലാറ്റ് ഷീറ്റുകളോ ആയി അവ മാറുന്നു. ഇവയെ ഉയർന്ന മർദ്ദത്തിൽ വെള്ളം ചീറ്റിച്ച് പെട്ടെന്ന് തണുപ്പിച്ച ശേഷം കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. ലാബുകളിൽ ഇവയുടെ രാസഘടനയും കരുത്തും ഉറപ്പുവരുത്തിയ ശേഷം വിപണിയിലേക്ക് എത്തിക്കുന്നു. ആയിരക്കണക്കിന് മണിക്കൂറുകൾ ആകാശത്ത് മേഘങ്ങൾക്കിടയിലൂടെ പറന്നു നടന്ന ഒരു വിമാനം അതിന്റെ കാലാവധി കഴിയുമ്പോൾ ഒരിക്കലും ഭൂമിയിൽ ഇല്ലാതാവുന്നില്ല. അത് അഴിച്ചുമാറ്റപ്പെട്ട് മുറിക്കപ്പെട്ട് പൊടിയായി അഗ്നിയിൽ ഉരുകി തീർത്തും പുതിയൊരു രൂപത്തിൽ പുനർജനിക്കുകയാണ്. അതൊരു പുതിയ കാറായിരിക്കാം, ഒരു ആധുനിക കെട്ടിടത്തിന്റെ നെടും തൂണായിരിക്കാം, വ്യാവസായിക യന്ത്രങ്ങളായിരിക്കാം, ചിലപ്പോൾ ആകാശത്തേക്ക് തന്നെ കുതിച്ചുയരുന്ന മറ്റൊരു പുതിയ വിമാനത്തിന്റെ ഭാഗമായി പോലും അത് മാറിയേക്കാം. ഇതൊരു വെറും മാലിന്യ സംസ്കരണമല്ല, മറിച്ച് ഭൂമിയിലെ വിഭവങ്ങളെ എങ്ങനെ ഏറ്റവും കാര്യക്ഷമമായി വീണ്ടും ഉപയോഗിക്കാം എന്നതിന്റെ അതിമനോഹരമായ ഒരു ഉദാഹരണമാണ്. യന്ത്രങ്ങൾക്ക് മരണമില്ല, അവ രൂപം മാറുന്നു എന്ന് മാത്രം. ഇതുപോലുള്ള കൂടുതൽ വിസ്മയകരമായ വീഡിയോകൾ കാണാൻ ട്രാവൻകൂർ ഒപ്ര ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.